എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇപ്പോഴത്തെ ഒരു സംസാര വിഷയം തന്നെ ഷിംജിത എന്ന് പറയുന്ന ആ കൊലപാതകിയെ കുറിച്ച് തന്നെയാണ്. പക്ഷെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്താണ് ശരിക്കും ഇവള് മനഃപൂർവ്വമാണ് ആ ഒരു ബസ്സിൽ വെച്ച് ആ ഒരു വീഡിയോ അവൾ എടുത്തത് റീച്ചിന് വേണ്ടി മാത്രമാണ്, വൈറലാവാനും റീച്ചിന് വേണ്ടി. പിന്നെ അവളെ എല്ലാവരോടും ഝാൻസി റാണിയാണെന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. പിന്നെ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളെ 4 പേർ അവരുടെ ബന്ധുക്കാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും മുന്നിൽ അങ്ങ് പ്രദർശിപ്പിച്ച് കഴിയുമ്പോഴത്തേന് അയാളുടെ ആ സ്വഭാവം അങ്ങ് മാറുമെന്ന് അവൾ അതിനു വേണ്ടി, ആ സ്വഭാവം മാറാൻ വേണ്ടി അവൾ ട്രീറ്റ്മെൻറ്റ് നടത്തിയതാണിത്. അല്ലാതെ അവൾ വൈറൽ ആകാൻ വേണ്ടിയൊന്നുമല്ല. പക്ഷെ ഇപ്പം അവൾ ശരിക്കും വൈറലായി. ഏതായാലും ഒന്നും അല്ലേലും ഇനിയിപ്പം പോലീസിൻ്റെ ശിക്ഷയോ ഇതൊന്നും അല്ലേലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 7 നമ്മൾ പറയാറില്ലേ, ഒരു 7 ജന്മം ജനിച്ചാലും ഏത് പാവനാശിനെ കുളിച്ച് കയറിയാലും തീരില്ല ഇതെന്ന് പറയല്ലേ. ആ അമ്മയുടെ ഇന്നത്തെ കരച്ചിൽ ഞാനതിവിടെ വെക്കുന്നില്ല. അത് ഒന്ന് കാണാനുള്ള ശേഷിയില്ല. ശരിക്കും ഞാൻ മുഴുവൻ കണ്ടില്ല. മുത്തേ അതിൻ്റെ ഹെഡിങ് ആണ് വായിച്ചത്. മുത്തേ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ലേ, പിന്നെ എന്തിനാ വാവ ഇത് ചെയ്തെന്ന് ചോദിച്ചവര്. എന്താ പറയണ്ടെന്നറിയില്ല. ആ ശാപമൊന്നും തലമുറകൾ നിൽക്കും. ഞാൻ പറയുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിന്റെ പുറത്ത് ഒരു കൊലപാതകം നടത്തുന്ന പോലെ പോലെയല്ല. ഇവൾ ആലോചിച്ച് വളരെ ക്രൂരതയുണ്ട് ഹൃദയത്തിൽ. സ്ത്രീയാന്ന് പറഞ്ഞിട്ടില്ല. സ്ത്രീകള് ചില സമയത്ത് പുരുഷന്മാരെക്കാട്ടും. കഴിഞ്ഞ വർഷം നമ്മളൊരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത കണ്ടല്ലോ, സദസ്സിലിരുന്നിട്ട് അയാൾ കൈക്കൂലി വാങ്ങാത്ത ആളെ കൈക്കൂലി വാങ്ങിച്ചു എന്നും പറഞ്ഞൊരു പ്രസംഗം നടത്തി മീഡിയ എല്ലാം എടുത്തിട്ട് അയാൾ ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടാണ്. സെയിം പോലെ അതേപോലെയൊക്കെയുള്ള സംഭവം തന്നെയാണ്. ഇവരുടെയൊക്കെ ഉള്ളില് സ്ത്രീകളാണേലും രാക്ഷസികള് അന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇവൾ ഈ വൈറലാകാൻ വേണ്ടി വേറൊരു പെണ്ണിനെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ ഇവൾക്ക് തോന്നിയതാണെന്ന്. അല്ലെ ആ കണ്ടക്ടറോ വേറെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ ആ പെണ്ണോ അവരൊക്കെ എവിടെ പോയി? അവരെ ഒന്നും കാണാൻ പോലും ഇല്ല. ഇതൊക്കെ ഇവൾ ഉണ്ടാക്കുന്ന സൃഷ്ടിയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവളൊരു പോലീസുകാരനോട് പരാതി പറഞ്ഞെന്ന് പറയുന്നു. ഇതൊന്നും ഇപ്പം ഇല്ല. ഏതായാലും ഒരാൾ അശ്വിൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു തെളിവുണ്ട്. ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്നൊക്കെ പറയുന്ന പോലെ ഇവള് പറയുന്ന ഇവളുടെ മാറിടത്തിലിട്ട് ഉരസി എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ബാഗ് ഇരിപ്പുണ്ട്. ആ ബാഗ് നമ്മൾ ആരാണേലും ഇങ്ങനെ ഉയർത്തുമ്പോഴത്തേന് ഈ ബസ്സിൽ എല്ലാവരും ഇടയില്ലെങ്കിൽ മുട്ടിയിരുമിയൊക്കെ അല്ലേ നിൽക്കുന്നത്. ഇപ്പോൾ കൈ ഉയർത്തുമ്പം ആ 2 കൈമുട്ട് ഇങ്ങനെ പൊങ്ങും. അന്നേരം കൊണ്ടതാണ്. അത് ആ അശ്വിൻ പറഞ്ഞ് വിശദീകരിച്ച് കാണിക്കുന്നുണ്ട്. എനിക്ക് കണ്ടപ്പോൾ അതാണ് സത്യം എന്ന് തോന്നി. അത് ദൈവത്തിന്റെ കയ്യൊപ്പം എന്ന് പറയുന്ന പോലെ ഒരു അവശേഷിപ്പിച്ച തെളിവാണ്. അല്ലേ തന്നെ ഇനി അതൊന്നും ഇല്ലേ പോലും നമുക്ക് നോക്കുമ്പോൾ കാണാം അയാൾ ഇവളുടെ കയ്യിലെ അറിയാതെ മുട്ടിയുള്ളൂ. ഇവളാണ് കൊണ്ട് ഈ ഒരു സൈഡ് അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നത് മുട്ടാൻ വേണ്ടി. അങ്ങനെയാണ് നമുക്ക് തോന്നിയത്. സ്ത്രീകളാണേലും നമുക്ക് കണ്ട കാര്യം പറയാൻ മടിക്കേണ്ട കാര്യമില്ല. ഇവളാണ് ആ സൈഡ് കൊണ്ടേ വെച്ചു കൊടുത്തത്. ഉറപ്പായിട്ടും അതെ. അത് വീഡിയോ കണ്ടാ അങ്ങനെയാ തോന്നുന്നത്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. കൃത്യമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പ്രയോഗമാണ്. പക്ഷേ ഈ വീഡിയോ ഉണ്ടല്ലോ, ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്ത ഈ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ആ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട്. അതും ഒരു കൈയായിട്ട് തന്നെ. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി. അതിനെപ്പറ്റി പറയുന്ന മുമ്പ് നമ്മൾ ഇവള് ഷെയർ ചെയ്ത വീഡിയോസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തത്, ഇവള് ഷെയർ ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് പകുതി സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത്. അതായത് റിയൽ ലൈഫിൽ 2 സെക്കൻഡ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ 4 സെക്കൻഡ് ആയിട്ട് തോന്നും. അതിൻ്റെ യഥാർത്ഥ സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ 2x പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് 1-2 സെക്കൻഡിനുള്ളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടുതലായിട്ട് തോന്നുന്നത്. എന്തായാലും ഇവൾ ആദ്യം ഷെയർ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ നിൽക്കും, ഇവള് റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് ദീപകിന്റെ അടുത്ത് പോയിട്ട് അയാളെ മനഃപൂർവ്വം മുട്ടാനൊക്കെ ശ്രമിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പതിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണല്ലോ അല്ലേ? ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം. അതായത് സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഇവളെ ടച്ച് ചെയ്യുന്നതായിട്ട് ഇവള് കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ പറഞ്ഞ ആ ദൈവത്തിൻ്റെ കൈ പതിഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, ഇവള് റൈറ്റ് സൈഡിൽ നിന്ന് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് അയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ്. അതെന്തായാലും നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ കൈ എവിടെയാണെന്നോ, അതായത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഇവളെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം അല്ലേ? പക്ഷേ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡിൽ, അതിൻ്റെയും മില്ലി സെക്കൻഡുകളിൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയാളുടെ ലെഫ്റ്റ് കൈ, ആ ലെഫ്റ്റ് കൈയും ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ? മറ്റൊന്നുമായിരുന്നില്ല, അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞു
ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ്. അയാളുടെ ഈ ബാഗ് ഉണ്ട്. ആ ബാഗ് ഒരു മനുഷ്യൻ എൻ്റെ മൈക്കിളുണ്ട് അല്ലെങ്കിൽ 2 കൈ വെച്ച് ഞാൻ കാണിച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യില്ലേ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബാഗ് എടുക്കുക, കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബാഗോ വെയിറ്റ് ഇല്ലാത്തോ എന്ത് വേണമെങ്കിലും എടുക്കുക, അതിങ്ങനെ മുമ്പിൽ പിടിക്കുക, ഒന്ന് നിലത്തോട്ട് ആദ്യം പിടിക്കുക, എന്നിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്യുക, നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അവസാനത്തെ മില്ലി സെക്കൻഡിൽ ആ വ്യക്തിയുടെ കൈയായിട്ട് തന്നെ ആ കാര്യം പതിഞ്ഞിട്ടുണ്ട്. അതാരും ചർച്ച ചെയ്യുന്നില്ല. ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ്. നിങ്ങളുടെ മുട്ടനങ്ങാതെ നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും. അല്ലാതെ നിങ്ങൾ വളരെ കാഷ്വലായിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്ത് നോക്കിയേ നിങ്ങളുടെ മുട്ട അവിടെ നിന്ന് അനങ്ങി അത് പുറകോട്ട് പോയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഒരു ബാഗ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു മുട്ട് വേറൊരു ഡയറക്ഷനിലും അല്ലെങ്കിൽ കുറച്ച് പുറകോട്ടാക്കിയിട്ടും മറ്റേ മുട്ട് കുറച്ച് മുന്നോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ചെയ്യില്ല. അത് അത്രത്തോളം ശ്രമകരമായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ കൈ എന്താണെന്ന്, അതാണ് കയ്യൊപ്പം എന്നൊക്കെ പറയത്തില്ലേ, ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. അത് ഇവള് തന്നെ കാണിച്ചിട്ടുണ്ട്. ആ ബാഗ് ലിഫ്റ്റ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് കൈ നോക്കിയാൽ ഒരേപോലെ ഒരേ പോസ്റ്ററിൽ ഒരേ ആംഗിളിൽ ഒരേ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. കൃത്യമായിട്ട് ബാഗ് വെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു പൊക്കുമ്പോൾ അത് ടച്ച് ചെയ്യുമ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നുള്ളൂ, ടച്ച് ചെയ്തല്ലോ എന്ന് ഓർത്ത് അത് പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയാണ് അയാൾ. എന്നിട്ട് ഇവൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയാവോ, സൊസൈറ്റി ഇയാളെ ചോദ്യം ചെയ്യണം. പരസ്യമായിട്ട് ഏറ്റവും വലിയ ക്രിമിനൽ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, പരസ്യ വിചാരണ, സമൂഹം ഇയാളെ പരസ്യമായിട്ട് വിചാരണ ചെയ്യണം, അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും കുടുംബക്കാരും ഒക്കെ ഇത് കാണണമെന്ന്. ഇങ്ങനെ പിടിക്കത്തില്ലേ ഇരുന്ന് സീറ്റിൽ, അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല, അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും, പീരീഡ്സ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പൊ പുള്ളി ചോദിച്ചു മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാറ് നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. എപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ പെയിൻ കില്ലർ വല്ലതും ഉണ്ടാ. അപ്പൊ അമ്മയോട് ചോദിക്കുക പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വയ്യായിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട ഏട്ടാ അറിയില്ല അമ്മ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ കയ്യിരുന്ന പാരസെറ്റമോൾ എടുത്തത്. ഇപ്പൊ തലവേന വല്ലതും ഉണ്ടായിട്ട് ഇപ്പൊ തൽക്കാലം കഴിക്കുന്ന പറഞ്ഞ് തന്നു. അങ്ങനെയാണ് മിണ്ടിയത്. അങ്ങനെയാണ് പറഞ്ഞ ഇങ്ങനെ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞ് കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത്, ഇനി നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ്, ഇനി എന്തോരം കാണാൻ, ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിലൂടെ വരുന്നത്, ഇപ്പോഴും സ്ട്രഗിൾ ആണ്, ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും, നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവള് ശരിക്കും പറഞ്ഞ ഈ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പൊ രാഷ്ട്രീയ ഭാവിക്കൊക്കെ ഗുണം ചെയ്യും ഇങ്ങനത്തെ കണ്ടന്റുകൾ എടുത്ത് സംസാര വിഷയമാക്കി ഇവൾ മൂലം ഒരു വൃത്തികെട്ടവന്റെ മുഖം സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കാൻ ചങ്കുറ്റം കാണിച്ച പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഒരു സാൻസിറാണിയായിട്ട് എല്ലാവരും കൂടെ പൊക്കി പിടിച്ച്, അപ്പൊ അത് അവളുടെ രാഷ്ട്രീയ ഭാവിക്കൊക്കെ ഗുണം ചെയ്യും. ആ ഉദ്ദേശത്തിൽ മറ്റൊരാളുടെ ലൈഫ് കളഞ്ഞാണ്. അതാരാ എന്താന്ന് ഒന്നും നോക്കാതെയുള്ള ഒരു ചെയ്തൊരു കടുങ്കൈയായി പോയി കേട്ടോ. ക്ഷമിക്കാനേ സാധിക്കില്ല എത്ര ആലോചിച്ച. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരു വോയിസ് കടന്ന് കറങ്ങുന്നുണ്ട്. ഒരു പെൺകുട്ടി അത് പീരിയഡ്സ് ആയിരുന്ന സമയത്ത് അതിനെ സമാധാനിപ്പിക്കുന്ന ദീപക്. ശരിക്കും ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്നാന്നറിയാം, ചങ്ങമ്പുഴ പണ്ട് പറഞ്ഞ പോലെ കാപട്യം നിറഞ്ഞ ഈ ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് എൻ പരാജയം എന്ന് പറയല്ലേ. ശരിക്കും അതാണ്. അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞൊരു വാചകം വീണ്ടും പറയാം. ഇവൾ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അയാൾ വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരുന്നതെന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്. അയാളുടെ ഉള്ളിൽ കള്ളത്തരം ഇല്ലാത്തതുകൊണ്ട് ഇവൾ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അയക്കട്ടുള്ള പണിയാന്ന് ഒരുപക്ഷെ അയക്ക് മനസ്സിലായി കാണില്ല. വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴായിരിക്കാം അങ്ങനെ അറിയുന്ന ഈ ഒരു സംഭവം. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും പറയുവാണ്, നമ്മൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ പുരുഷ കമ്മീഷനൊക്കെ ഇവിടെ വേണം. എന്നാലും പുരുഷന്മാരിങ്ങനെ ആത്മധൈര്യം ഇല്ലാതെ ആയി പോകരുത്. കാരണം ഈ ലോകം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞതാണ്. ആ ലോകത്തിൽ നമ്മൾ മാത്രം ഇങ്ങനെ പാവങ്ങളായാൽ നമുക്ക് ജീവിക്കാൻ ഇവിടെ അവകാശം ഇല്ലാതായി പോകും. ശരിക്കും ആ ധൈര്യമില്ലായ കൊണ്ടല്ലേ ദീപക് ഈ പരിപാടി ചെയ്തത്. സത്യത്തിൽ ആ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് എന്താ പറയേണ്ടത്. ശരിക്കും ഇതിനെതിരെയൊക്കെ തെളിവോടുകൂടി സാഹചര്യ തെളിവുകളും സാക്ഷികളും ഒക്കെ വെച്ച് കേസ് വാദിക്കുകയാണ് വേണ്ടത്. ശരിക്കും എന്നിട്ട് ആ ഒരു വിഷയം ചർച്ചയാവട്ടെ. അപ്പോൾ ഒരു പക്ഷേ രണ്ട് സൈഡിലും ആൾക്കാർ കാണും. ഇതിപ്പം മരിച്ചു കഴിയുമ്പോഴത്തേക്കിന് പിന്നീട് റീതിങ്കിങ്ങിന് ഒരു അവസരമില്ല. അതേ സമയത്ത് മരിക്കാതിരുന്ന് ആരാണേലും കൊച്ചാമ്പിള്ളാരാണേലും ആരായാലും ഏതേലും ഒരു പെണ്ണ് സ്നേഹിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ പോയി അവളെ വീഡിയോ കോൾ വിളിച്ചിട്ട് അപ്പം തന്നെ ആത്മഹത്യ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവൾ വേറെ ആരെങ്കിലും കെട്ടിപ്പോവും. ഇപ്പം കാലം അങ്ങനെയാണ്. പണ്ട് നേരെ തിരിച്ചായിരുന്നു. ഇപ്പം പുരുഷന്മാർക്കാണ് ഒരു ഇതുമില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് നോക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് അപ്പം തന്നെ പീഡനം എന്ന് പറഞ്ഞ് കേസ്. ഇപ്പോൾ വഴിയെ പുരുഷന്മാർ നടക്കുമ്പോഴത്തേക്കിന് അവരങ്ങോട്ട് നോക്കി തുണിക്കട നോക്കി അല്ല ഇവിടെ നോക്കി അവിടെ നോക്കി ഈ പെൺകുട്ടിയെ ഒന്ന് നോക്കിയെന്നിരിക്കും. അപ്പം തന്നെ അവളെ നോക്കിയെന്നും പറഞ്ഞുള്ള കേസ്. ഇപ്പോൾ പുരുഷന്മാർ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ അവർക്കും കൂടെ കൂടിയതായി ഈ ലോകം എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. വഴിയെ പോകുമ്പോഴത്തേനൊന്ന് നോക്കിയെന്നോ എടുത്തെന്നോ ഒക്കെ പറഞ്ഞ് ആള് കളിക്കാൻ പെൺകുട്ടികൾ. ഏതായാലും
ഈ ഒരു സംഭവത്തോടെ ഈ ഒരു ട്രെൻഡിന് ഒരു കടിഞ്ഞാള് വീഴുമെന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. അല്ലെങ്കിൽ ഇപ്പോൾ അതേ കോമഡി വരുന്നില്ലേ, ബേസ് ബോർഡ് സീറ്റിനിടെ വെക്കാൻ ബേസ് ബോർഡ് വേണോന്ന് ചോദിച്ച് കോമഡി വരുന്നുണ്ട്. കാരണം അത്രയും പേടിക്കുന്ന സ്ത്രീകളെ ഇപ്പം മുട്ടിയെ അന്നേരം പീഡിപ്പിച്ചു എന്നും പറഞ്ഞല്ലേ. ഒരു ബസ്സെ തിങ്ങി നിറഞ്ഞു പോകുമ്പോൾ ആർക്കും നിൽക്കാൻ അങ്ങനെ വലിയ വിസ്തരിച്ച് നിൽക്കാൻ, ശരീരത്തെ തൊടാതെ നിൽക്കാനുള്ള ഇതൊന്നും നമ്മുടെ ബസ്സുകളിലില്ല. അങ്ങനെയൊക്കെ ഉള്ളവർ സ്വന്തമായിട്ട് യാത്ര ചെയ്യുന്നതാണ് നല്ലതല്ലേ. ഏതായാലും ഇതിൻ്റെ അകത്ത് ആ പീരിയഡ്സ് ആയിരുന്നപ്പോൾ സഹായിച്ച ആ പെൺകുട്ടിയുടെ ആ ഒരു വാചകങ്ങൾ കേട്ടോ, എൻ്റെ പൊന്നെ, ആ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനായിരുന്നു. ആ ദീപക്കിന് ഇങ്ങനെ വന്നല്ലോ എന്നാ ഞാനത് കേൾക്കുമ്പോൾ ആലോചിക്കുന്നത്. ശരിക്കും ഞരമ്പന്മാരൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ, ലോകത്ത് ഞരമ്പന്മാർ ഇഷ്ടം പോലെയുണ്ട്. ബസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും തോണ്ട് കിട്ടാത്ത സ്ത്രീകളും അധികം കാണിയല്ല. പക്ഷെ ആ ബിരുദന്മാർക്കൊന്നും ഇതൊന്നും വിഷയമല്ല. അവരിത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ബലിയാടാവുന്ന ഇങ്ങനത്തെ കുറച്ച് പാവം മനുഷ്യരാണ്. എന്നിട്ട് എന്താണ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് എന്ത് കേസ് നല്ല വക്കീലിനെ വെച്ച് വാദിച്ച് ഒന്നും അല്ലാതെയും ആയിപ്പോവും. ആർക്ക് പോയി? ആ അച്ഛനും അമ്മയ്ക്കും പോയി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.